എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷയില്ലാതെയാണ് നിയമനം. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. തസ്തിക വരുന്നത് ഗ്രാജുവേറ്റ് ഓർ ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 1 അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 2022, 23, 24, 25, 26 വർഷങ്ങളിൽ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് പാസ് ഔട്ട് ആയവരായിരിക്കണം. അതിനു മുമ്പ് പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി ഏതൊക്കെ കാറ്റഗറിയിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. കാറ്റഗറി 1 ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ്. ഡിസിപ്ലിൻസ് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 12 വേക്കൻസി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 22 വേക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 6 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസ് ഓർ IT 4 വേക്കൻസി, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 4 വേക്കൻസി, മറൈൻ എഞ്ചിനീയറിംഗ് 4 വേക്കൻസി, നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് 4 വേക്കൻസി. ടോട്ടൽ 61 വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസിൽ വരുന്നത്. സ്റ്റൈഫൻഡ് പെർ മന്ത് 15,000 രൂപയാണ്. ഇനി ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റിസ് ആണ് കാറ്റഗറി 2 വരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 15 വേക്കൻസി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 23 വേക്കൻസി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 8 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി 4 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 13 വേക്കൻസി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 5 വേക്കൻസി, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 10 വേക്കൻസി. ടോട്ടൽ 78 വേക്കൻസിയാണ്. ഇവിടെ സ്റ്റൈഫൻഡ് 13,000 രൂപയാണ് പെർ മന്ത്. അപ്പോൾ ഈ 2 കാറ്റഗറിയിലാണ് വേക്കൻസി ഉള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, ഡിഗ്രിയാണ് യോഗ്യത വേണ്ടത്. ഇനി ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റിസ് ആണെങ്കിൽ സീരിയൽ നമ്പർ 1 to 6 ആണെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ് വേണ്ടത്. സീരിയൽ നമ്പർ 7 കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതാണ് യോഗ്യത വരുന്നത്. പ്രായപരിധി സെപ്റ്റംബർ 1 18 വയസ്സ് തികഞ്ഞിരിക്കണം. അതാണ് പ്രായപരിധി വരുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നില്ല. ഇതിലേക്ക് SC, ST, OBC, PWD കാൻഡിഡേറ്റ്സിന് റിസർവേഷനുണ്ട്. ട്രെയിനിങ് പീരീഡ് വരുന്നത് 1 year ആയിരിക്കും. മുൻപ് ട്രെയിനിങ് ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ വരുന്നത് കേരള ഡൊമിസൈലായിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ആദ്യമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഡിഗ്രിയുടെ ഡിപ്ലോമയുടെ ഒക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രത്യേകിച്ച് ഇതിനായിട്ട് സെലക്ഷനായിട്ട് പരീക്ഷയോ ഇൻ്റർവ്യൂ ഒന്നുമില്ല. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടതാണ്. ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, കാസ്റ്റ്, ഇതൊക്കെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയുമാണ് നിങ്ങൾ വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടത്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ NITSൻ്റെ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് NITSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പോർട്ടൽ nits.education.gov.in. ഫസ്റ്റ് നിങ്ങൾ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് portal.mhrd.nits.gov.in എന്നുള്ള പോർട്ടൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കയറിയ അക്കൗണ്ട് ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ nits.education.gov.in എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സ്റ്റുഡൻറ്റ് രജിസ്റ്റർ കൊടുക്കണം. അവിടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും, അത് ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ സെർച്ച് ചെയ്യണം. എന്നിട്ട് അവിടെ അപ്ലൈ എഗനിസ്റ്റ് അഡ്വർടൈസ്ഡ് വേക്കൻസീസ് എന്ന് കൊടുത്താൽ മതി. അവിടെ അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇനി വേരിഫിക്കേഷനുള്ള അറിയിപ്പൊക്കെ വരുന്നത് ഒന്നെങ്കിൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലോ ആയിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 1 മറക്കണ്ട. ഇതാണ് NATSൻ്റെ പോർട്ടലിൽ വരുന്നത്. ഇവിടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് പോസ്റ്റുകളിൽ നിയമനം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.